ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ടേസ്റ്റി കിച്ചൺ. ഇന്നൊരു അറബിക് സ്വീറ്റ്സ് ആണ് കാണിക്കുന്നത്. ഇത് വളരെ എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു ഡിഷാണ്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് തൊട്ട് മുമ്പായി സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് അമർത്തണേ. അതിൻ്റെ അടുത്തുള്ള ബെൽ ബട്ടണും കൂടി ക്ലിക്ക് ചെയ്യുമ്പോൾ ഞാനിടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ കുറച്ച് സേമിയ വേണം. ഈ ഒരു രീതിയിലുള്ള സേമിയാണ് വേണ്ടത്. അപ്പോൾ സേമിയ ഒന്ന് വറുത്തെടുക്കാൻ വേണ്ടി ഒരു പാനിലേക്ക് കുറച്ച് ബട്ടർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ബട്ടറിന് പകരമായി ഗീയും ഉപയോഗിക്കാം. അപ്പോൾ സേമിയ ഇതിലിട്ട് വറുത്തെടുക്കാം. സേമിയ ഇവിടെ വറുത്ത് വെച്ചിട്ടുണ്ട്. സ്റ്റൗ ഓഫ് ചെയ്തതിന് ശേഷം നമുക്കിത് മാറ്റി വെക്കാം. സേമിയ വേവിക്കാൻ വേണ്ടി കുറച്ച് വെള്ളം എടുക്കാനും ഒരു പാത്രത്തിൽ തിളയ്ക്കാൻ വെക്കാം. അപ്പോൾ ഇതിവിടെ തിളച്ച് വന്നിട്ടുണ്ട്. ഇതിലേക്ക് സേമിയ ഇട്ട് വേവിച്ചെടുക്കണം. കുറച്ചധികം വെള്ളം വെക്കണം. ഇത് ഊറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത് സേമിയ. അപ്പോൾ ഇത് നൂഡിൽസൊക്കെ ചെയ്യുന്ന രീതിയിലാണ് നമ്മൾ ചെയ്തെടുക്കുന്നത്. അപ്പോൾ മുഴുവനായിട്ടും സേമിയ ഇതിലങ്ങ് ഇട്ട് കൊടുക്കാം. സ്പൂണ് കൊണ്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതിന് വെന്ത് വരട്ടെ, നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇത് മധുരമുള്ള ഒരു ഡിഷാണ്. അപ്പോൾ ഇതിന് മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടി ഞാനിവിടെ കുറച്ച് ഉപ്പ് ഈ ടൈമിന് ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് ഉപ്പിട്ട് കൊടുത്താൽ മതി. സേമിയ ഇവിടെ വേവാനായിട്ടുണ്ട്. നല്ലപോലെ വെന്ത് വരണം. കൈകൊണ്ട് തൊട്ടാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും വെന്തിട്ടുണ്ടോ ഇല്ലയോ എന്ന്. ഇപ്പോൾ വെന്ത് വന്നിട്ടുണ്ട്. ഞാനിതൊരു അരിപ്പയിലേക്ക് മാറ്റുകയാണ്. ഇനി നമുക്ക് ഊറ്റിയെടുക്കാം. സേമിയ ഞാനിവിടെ അരിപ്പയിൽ ഊറ്റിയെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് മാറ്റി വെക്കാം. അടുത്തതായി ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടാക്കിയെടുക്കാം. അതിലേക്ക് കുറച്ച് ബട്ടർ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ബട്ടറാണ് ചേർത്ത് കൊടുത്തത്. ബട്ടറിന് പകരമായി നെയ്യും ചേർക്കാവുന്നതാണ്. അപ്പോൾ കുറച്ച് അണ്ടിപ്പരിപ്പ് എടുത്തിട്ടുണ്ട്. പിന്നെ ബദാമും എടുത്തിട്ടുണ്ട്. ബദാം ഞാനിവിടെ സ്ലൈസ് ചെയ്ത് വെച്ചതാണ്. അപ്പോൾ ബട്ടർ ഒന്ന് മെൽറ്റായി വരട്ടെ. ബട്ടർ ഇവിടെ മെൽറ്റായി വന്നിട്ടുണ്ട്. അപ്പം നേരത്തെ എടുത്ത് വെച്ച ബദാമും അണ്ടിപ്പരിപ്പും ബട്ടറിലിട്ട് കൊടുത്ത് വറുത്തെടുക്കാം. ഇതിനി നമുക്ക് ഒരു പ്ലേറ്റിലേക്ക് മാറ്റി വെക്കാം. അപ്പോൾ ഈ ഒരു ബട്ടറിലേക്ക് തന്നെ നേരത്തെ നമ്മൾ ഊറ്റി മാറ്റി വെച്ച സേമിയ ഇതിലിട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് ഇതിൽ കുറച്ച് പഞ്ചസാരയാണ് വേണ്ടത്. 5 ടീസ്പൂൺ പഞ്ചസാര ഞാനിപ്പോൾ ചേർക്കുന്നുണ്ട്. നല്ലപോലെ മിക്സാക്കി കൊടുക്കാം. സേമിയയും പഞ്ചസാരയും നല്ലപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കണം. അര ടീസ്പൂൺ ഏലക്കപ്പൊടിയും ചേർത്ത് കൊടുക്കാം. അപ്പം പഞ്ചസാരയും ഏലക്കപ്പൊടിയും സേമിയയിൽ കിടന്ന് നല്ലപോലെ ഒന്ന് മിക്സായി വരട്ടെ. ഒരു മുട്ട ഞാൻ ഒരു ബൗളിലേക്ക് പൊട്ടിച്ച് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1 സ്പൂണ് പഞ്ചസാരയും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ഏലക്കപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്ത് നല്ലപോലെ ബീറ്റ് ചെയ്ത് ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം. അപ്പോൾ സേമിയയുടെ മധുരം ഈ ഒരു സ്റ്റേജിൽ നമുക്ക് നോക്കാം. അപ്പോൾ മധുരം കുറവാണെങ്കിൽ നമുക്ക് ഈ ഒരു സ്റ്റേജിൽ മധുരം ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇവിടെ മധുരം കുറവാണ്. ഞാൻ 2 ടീസ്പൂൺ വരെ മധുരം ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ള മധുരം ഇട്ട് കൊടുക്കാം. നിങ്ങൾക്ക് നല്ല സ്വീറ്റായിട്ട് വേണമെങ്കിൽ കൂടുതൽ പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിപ്പോൾ അത്യാവശ്യം മധുരം ഉണ്ടാകും. അപ്പോൾ പഞ്ചസാരയുടെ വെള്ളമെല്ലാം ഇറങ്ങി വരുന്നത് വരെ പാനിലിട്ടൊന്ന് ചൂടാക്കിയെടുക്കണം.
ഇതിപ്പോൾ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇത് നമുക്കിനി മാറ്റാം. സ്റ്റൗ ഓഫ് ചെയ്യാം. നേരത്തെ കലക്കി വെച്ച ഒരു മുട്ട ഞാനിവിടെ ഓംപ്ലേറ്റ് ആക്കി എടുത്തിട്ടുണ്ട്. അത് ചെറിയ പീസാക്കി ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ ചെറിയ പീസാക്കി ഞാനിവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് സേമിയ നമ്മൾ തയ്യാറാക്കി വെച്ച സേമിയയിലേക്ക് ഈ മുട്ട ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് അണ്ടിപ്പരിപ്പും ബദാമും ചേർത്ത് കൊടുക്കാം. ഞാൻ പ്ലേറ്റിലേക്ക് മാറ്റുന്നത് കൊണ്ട് പ്ലേറ്റിലാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഡിഷ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നല്ലൊരു സ്വാദിഷ്ടമായ ഡിഷാണ്. കുട്ടികൾക്കൊക്കെ ടിഫിനായിട്ടൊക്കെ കൊടുക്കാൻ പറ്റിയ നല്ലൊരു ഡിഷാണ്. അപ്പോൾ നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കണം. ഫീഡ്ബാക്ക് അറിയിക്കണം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് അമർത്തണം. Thank you for watching.